നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് ഒരെണ്ണം വന്നു. 10ാം ക്ലാസ് വരെ. ഇനി പ്ലസ് ടുക്കാരെ ഏറ്റവും അടുത്ത ദിവസം വരാൻ പോകുന്നു. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എന്ത് എന്നുള്ളത്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. രക്ഷിതാവാണെങ്കിൽ നമ്മുടെ കുട്ടി എന്ത്, കുട്ടിയാണെങ്കിൽ എൻ്റെ നിലവിലുള്ള കപ്പാസിറ്റി എന്ത്, അല്ലെങ്കിൽ താല്പര്യങ്ങൾ എന്ത്, ഈ ഒരു ചോദ്യം കൂടി നമ്മൾ ഇനി എന്ത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പൊതുബോധത്തിന്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടവരല്ല വിദ്യാർത്ഥികൾ. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സുകളായിക്കോട്ടെ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ വിശാലമായി കിടക്കുന്ന നിരവധി കോഴ്സുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിലെല്ലാം സാധ്യതകളുമുണ്ട്. പിന്നെ മുമ്പത്തെ കാലത്തൊക്കെ എന്നാൽ നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു മാർക്ക്, അതേപോലെ തന്നെ അതിലുള്ള ഒരു പെർഫോമൻസ് എന്നൊക്കെ വലിയൊരു ഘടകമായിരുന്നു അത് മുമ്പ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളിനി എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ നിലവിൽ വാല്യുവേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ടാണ്, നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഇനി നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ അവസരമുള്ളത്. ഏറ്റവും നന്നായി നല്ല മികച്ച മാർക്ക് വാങ്ങി വിജയിച്ചവരുണ്ട്, അവരവരുടെ കഴിവുകൊണ്ട് വിജയിച്ചത് തന്നെയാണ്, അതിൽ സംശയമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ പെർഫോമൻസിന് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള നമ്മളെ ഒന്ന് വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒന്ന് വിലയിരുത്തുമ്പോൾ അവരുടെ നിലവിലുള്ള ശേഷികൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉപരിപഠനത്തിനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. ഇന്ന് ഒരുപാട് സ്പോർട്സ് സ്കൂളുകളുണ്ട്. നമ്മളെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ ഒരുപാട് കുട്ടികൾ നന്നായി കളിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ നന്നായി ഏതെങ്കിലും ഒരു മേഖലയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ഒരു സ്പോർട്സ് സ്കൂൾ അവൈലബിൾ ആവില്ല. അപ്പൊ നിങ്ങളുടെ കുട്ടിയിൽ ഒരു കായികപരമായ ഒരു സ്കിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ചേർക്കേണ്ടത് ഒരു സ്പോർട്സ് സ്കൂൾ തന്നെയാണ്. അത് നമുക്ക് ഇന്ന് നിലവിൽ സൗജന്യമായിട്ട് ലഭ്യമാണ്. സംസ്ഥാനത്തൊക്കെ സൗജന്യമായിട്ട് തന്നെ നിരവധി സ്പോർട്സ് സ്കൂളുകൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നന്നായി ഒരു മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് ഒരുപാട്. അപ്പൊ നന്നായി പെർഫോം ചെയ്യാൻ, അത് വാചികമായി അവതരിപ്പിക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തനത്തോട് താല്പര്യമുള്ള ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ജേർണലിസം കോഴ്സ് ഉണ്ട്. അപ്പൊ ആ കോഴ്സ് എവിടെ ഉള്ളത് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതും ആ കുട്ടിക്ക് താല്പര്യമുള്ളതുമായ ഒരു മേഖലയിലേക്ക് കുട്ടി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഔട്ട്പുട്ട് വരും. അതായത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ അറിവ് ആർജിക്കാനും, അതേപോലെ തന്നെ നേടിയ സ്കില്ലുകളെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അതിൽ മെച്ചപ്പെടാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ മാത്രം താല്പര്യത്തിന് ഏതെങ്കിലും ഒരു കോഴ്സിന് നമ്മൾ കുട്ടിയെ കൊണ്ടുപോയി ചേർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക, ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പഠിക്കും. പക്ഷേ അതിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ കുട്ടിയെ കൂടി പരിഗണിച്ച് അവന്റെ നിലവിലുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി, ആ സാഹചര്യങ്ങളെ നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരുപാട് ടെസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളും നമുക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അവൈലബിൾ ആണ്. അപ്പോ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രം കുട്ടികളെ എന്ത് ചെയ്യുക, അടുത്ത ഘട്ടത്തിലേക്ക് പറഞ്ഞയക്കുക. അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട, അവരുടെ കൂടി താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടുള്ള നല്ല കോഴ്സുകളിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് അതിനെ കുറിച്ചിട്ട് ബോധ്യങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ബോധ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. കുട്ടിയെ കൂടി പരിഗണിച്ച് അവന്റെ താല്പര്യങ്ങളും അവനിലുണ്ടായ കഴിവുകളും, അവന് സ്വമേധയാ ഏതൊരു മനുഷ്യനും ഒരു കഴിവുണ്ടാവും, ആ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ഈ 10ാം ക്ലാസ്സിന് ശേഷവും പ്ലസ് ടുവിന് ശേഷവും കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിലുണ്ടാവുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഈ വരുന്ന പ്ലസ് ടു പരീക്ഷയിൽ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ 10ാം ക്ലാസ് വിജയിച്ചവർക്കും അതേപോലെ തന്നെ മികച്ച വിജയം കൈവരിച്ചവർക്കും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ 95.5% നമ്മുടെ കേരളത്തിലെ വിജയ ശതമാനം എന്ന് പറയുന്നത്. ഒരു 0.5% പേര് ഇവിടെ ഉണ്ട്. ആ 0.5% പേരോട് പറയാനുള്ളത്, ഇതൊരു അവസാനമല്ല, ഇത് വലിയ നേട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് സ്വയം രൂപപ്പെടുത്താനുള്ള അവസരമാണ്. നിങ്ങളുടെ ചരിത്രം നിങ്ങൾ മാറ്റിമറിച്ച് കാണിച്ചു കൊടുക്കുക. ആ 0.5-ലും ഉണ്ടായിരുന്നു ചില കഴിവുകളല്ല എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ്. എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കുട്ടികളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കുട്ടികളെ കോഴ്സുകൾ ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. അവരെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോവുക.